അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് സിനിമ സ്വപ്നമൊരു ചാക്ക് തലയിലത് മുത്ത ഞാനൊരു കാര്യം പറയാം. ഷമീറിന്റെ എല്ലാം കുറെ ആഗ്രഹങ്ങളാണ്, മമ്മൂന്റെ എല്ലാം ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ എന്താ നടക്കുന്നില്ല. സംവിധായകന് വേണ്ടത് ആരെ കഥയാ? എന്റെ കഥയാണ് വേണ്ടത്. നിനക്ക് ചിക്കൻ റോളേ ഉള്ളൂ, നിനക്ക് സിനിമയിലെ റോളില്ല. നിനക്ക് എന്ത് റോള്? ഇല്ല, റോളൊന്നുമില്ല. ഇവന് റോളൊന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞ ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിയാത്ത ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഇത് ഇന്ന് ഞാൻ ഇട്ട സ്റ്റോറി എടുത്ത് നോക്ക്. നീ സ്റ്റോറി ഉണ്ടോ? അത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സംവിധായകനെ പറഞ്ഞത് എന്റെ കഥ സിനിമയാക്ക. എടാ മിണ്ടാടിക്കടാ, ഇതെന്താണിത്? വെള്ളത്തിന്റെ കളർ നോക്കിയേ, ഇതെന്താണത്? ടാറിട്ടതാ, മറ്റേ ടാറ് വെള്ളം പോലെ ആയാലത്. ഇവന്മാരെ ദേഹത്തുള്ള കച്ചറ ഇറങ്ങിയതാ. മമ്മു ആണെങ്കിൽ 3 മാസം കൊണ്ട് കുളിക്കാം. ആദിൽ എക്സ്പോസ് എന്നെല്ലാം പറയുന്ന ആദില 2 വാക്ക് സംസാരിക്കുന്ന ക്യാമറയില് ശരിക്കും അങ്ങനെ ആദിലും ഫേമസ് ആയി. മറ്റേ മൈക്കെടുക്ക് എടാ അല്ലേ വേണ്ട, നമുക്ക് ഇതെല്ലാം വിറ്റ് പൈസ ആക്കേണ്ട കാര്യം ഉണ്ടാവും. ഇതിനെ കുറിച്ച് പറയുമ്പോ സായിപ്പിനെ താറടിക്കേണ്ടി വരും. എനിക്ക് അതിന് താല്പര്യം ഇല്ല. പറഞ്ഞിട്ടായിരുന്നു അതിനെ കുറിച്ച് വെറുതെ ഇതാക്കണം. കോൺട്രവേഴ്സി ലെവലിലേക്ക് പോകേണ്ട കാര്യങ്ങൾ. PC സ്ട്രീം നാളെ PC സ്ട്രീമിൽ സംസാരിക്കാം. അത് വിട് നമ്മള് എന്റർടൈനിങ് സ്ട്രീം കൊടുത്താൽ മതി. ഈ കോൺട്രവേഴ്സി പരിപാടി വിടലാന്നല്ലത്. ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. ഇവരെല്ലാരും വന്ന് ചാറ്റിൽ ചോദിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലായി? ഇതാണ് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത്. 2 ദിവസം കൂടുമ്പോ ഓരോ കോൺട്രവേഴ്സി ഇങ്ങോട്ട് അല്ല. ഇന്നലത്തത് ഞാനായിട്ട് എന്റെ വായിന്ന് വീണോയതാണ്. അതെ, വീണു പോലെ ഉണ്ടാക്കുന്നല്ലോ, എങ്ങനെയെങ്കിലും ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്നത്. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് ശരിക്കും ഞാനിത് കരുതി കൂട്ടി ഇവരെ തമ്മിൽ ആദിലും സാഹിബിനും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതല്ലടാ പറയുന്ന ആൾക്കാർ. കുത്തിത്തിരിപ്പ് എന്നല്ലാന്ന് ആൾക്കാർ പറയുന്നത്. ആൾക്കാർ കാണുമ്പോൾ എന്ത് വിഷമാന്ന് പറയാം. മുത്ത എന്തൊരു വൃത്തികെട്ട വർത്താനം നിങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈവിന്റെ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്നും രണ്ടാമതൊന്നും ചിന്തിക്കൂല. ഇങ്ങനെ വായി തോന്നുന്ന പോലെ ഇങ്ങനെ പറയല, അല്ലാണ്ട് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ പറഞ്ഞാൽ അറിയാണ്ട് ഇല്ലാത്ത പറഞ്ഞതൊന്നല്ല. ഇത് സംഭവം ഉണ്ടായത് എന്റെ വായിൽ വീണുപോയി. അത് പറയരുതായിരുന്നു, പബ്ലിക് ആക്കാൻ പാടില്ല. എനിവേസ് ഓക്കെ, അത് നമുക്ക് PC സ്ട്രീമിൽ സംസാരിക്കാം അതിനെ കുറിച്ചല്ല. ഓക്കെ, ഇതിപ്പോ എന്തായാലും ഞാൻ ഒരു 10-15 മിനിറ്റ് ലൈവുള്ളൂ. ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് IR ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് വന്ന് കോൺട്രവേഴ്സി കാര്യങ്ങളിലേക്ക് ഇതാക്കല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് സിനിമ. അപ്പൊ നാഷണൽ അവാർഡ് ജേതാവായ സംവിധായകൻ പറഞ്ഞത് എന്റെ കഥ സിനിമ ആക്കണമെന്നാണ്. അതിനെ കുറിച്ച് ഷമീറിന് 2 വാക്ക് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മോന് സിനിമയൊന്നുമില്ല അല്ലേ? എന്റെ മോനിന് സിനിമയൊന്നുമില്ല. അയാള് റീച്ചിന് വേണ്ടിട്ട് മറ്റേ എന്റെ പേരും വൃത്തികേടാടാ നീ പറയുന്നത്. എന്തൊരു വൃത്തികേടാ സിനിമ എടുക്കുന്നു. ആരെ കുറിച്ചാ ഇതേപോലത്തെ ഒരു 10 ലൈവ് ചെയ്ത് കൊടുക്കുന്നതാണെന്നില്ല നാറി. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്. നല്ല വെറുതെ ഒരു കാര്യമില്ല. ഓരവിടെ കുളിക്കാൻ പോകുന്നതിന്റെ ഇടക്ക് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ലൈവിന്റെ ഇടക്ക് വന്നിട്ട് TV ഓൺ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടാൻ ശരിയായ ഒരു ശിഖണ്ഡി മുഖവും അവന്റെ നോക്കണം. അവന്റെ ട്രാൻസ്ജെൻഡർ മുഖം കൊണ്ട് അവൻ ഇറക്കിയിട്ടുണ്ട് അവര്. അപ്പൊ ട്രാൻസ്ജാസി, നിങ്ങൾക്ക് ഇവന്റെ സിനിമയെ കുറിച്ച് എന്താ പറയാ? നല്ല അഭിപ്രായം. കാരണം മാത്രമല്ല, ഞാൻ നേരിട്ട് കാണുന്ന ഒരു സംഭവം 2-3 മാസം ഷമീറല്ല 2-3 മാസമായിട്ട് ഇതേപോലത്തെ പല ടോപ്പിക്. അല്ല വേറെ കാര്യം നിങ്ങൾ വിശ്വസിക്കൂല, ഞാൻ പറയുന്നത് വിശ്വസിക്കൂല. ഇപ്പൊ ഈ ഡയറക്ടർ അല്ല എന്റെ കഥ സിനിമ ആക്കണമെന്ന് പറയാം. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന്റെ ഇടയിലായിട്ട്, അതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഉണ്ടായില്ല, 3-4 മാസത്തിന്റെ ഇടയിലായിട്ട് ഒരുപാട് സിനിമക്കാരായിട്ട് ഞാൻ സംസാരിച്ചത്. ഈ സ്ട്രീമിംഗ് എന്നുള്ളത് എന്തോ ഞാൻ പറയുമ്പോൾ ഇല്ലാത്ത നിങ്ങൾ വിചാരിക്കും. ശരിക്കും അതിൽ ഒരാൾ പ്രോപ്പർ സ്ട്രീമിംഗ് കഥയാക്കാൻ വേണ്ടിട്ട് അത് പറയല്ല, പേരൊന്നും പറയില്ല. ഞാൻ പറയുന്നത് പല സിനിമക്കാരോട് ഞാൻ സംസാരിച്ചത്. അപ്പൊ സ്ട്രീമിംഗ് കഥയാക്കാനും വന്നിട്ട് എനിക്കൊന്ന് ഈ 3-4 മാസത്തിന്റെ ഉള്ളിൽ സ്ട്രീമിങ്ങിന് എന്തോ ഒരു മാറ്റം വന്നു. ആൾക്കാർ എക്സ്പോഷർ കിട്ടിയെന്നു. കാരണം ആൾക്കാർ തിയേറ്റർ ഓഡിയൻസിലേക്കെല്ലാം സ്ട്രീമിംഗ് എത്തിക്കാന്നാലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ വിചാരിച്ചു ഇവര് വന്നിട്ട് നമ്മളെ ആക്കാൻ വേണ്ടിട്ട് കഥ പറയുന്നത്. പക്ഷെ ശരിക്കും ആക്ച്വലി ഒരാൾ കഥ പറഞ്ഞാൽ സ്ട്രീമിങ്ങിന്റെ കഥയാക്കുന്നത് മനസ്സിലാവും. പിന്നെ വേറൊരാൾ അത് സ്ട്രീമിംഗ് ആയിട്ട് ബന്ധമില്ല, പക്ഷെ സ്റ്റിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക്കിന്റെ കഥയും പറഞ്ഞു. നീ ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് അങ്ങനെ ഒരു കഥ ഇതാക്കുന്നതായിരിക്കും നിന്നെ വെച്ചിട്ട്. അപ്പൊ കുര്യൻ എവിടെ? കുര്യൻ എല്ലാരും കുര്യൻ സ്പാമിങ് ചാറ്റ് നോക്ക്.